വി എസ് രഞ്ജിത്ത്, ഒരു 4 മാസമായി NCPയിലെ ചേരിപ്പോരിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AK ശശീന്ദ്രനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു PCR-ൽ നിന്ന്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചോ എന്ന ഞെട്ടലോടെ ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ PC ചാക്കോയുടെ നീക്കങ്ങളൊക്കെ വളരെ രഹസ്യാത്മക സ്വഭാവത്തോടു കൂടിയുള്ളതായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത്? PC ചാക്കോയെ പുകച്ചു പുറത്തു ചാടിച്ചു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം PC ചാക്കോയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ AK ശശീന്ദ്രൻ വിഭാഗം ഒപ്പുശേഖരണം നടത്തുകയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒപ്പിട്ട കത്തുമായി ശരത് പവാറിനെ കാണാനുള്ളൊരു നീക്കം AK ശശീന്ദ്രൻ വിഭാഗം കഴിഞ്ഞ കുറച്ചു നാളുകളായി നടത്തുന്നുണ്ട്. അതിന്റെ പരിണിത ഫലമായി ഇപ്പോൾ ഇതാ PC ചാക്കോ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ PC ചാക്കോയുടെ രാഷ്ട്രീയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം നേരത്തെ കോൺഗ്രസിലായിരുന്നു. പിന്നീട് ആന്റണിക്കൊക്കെ കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് എസ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ പഴയ കോൺഗ്രസ് എസ് ആയിരുന്നു. ആ കോൺഗ്രസ് എസ് ആണ് പിന്നീട് NCP ആയിട്ട് സംസ്ഥാനത്ത് മാറുന്നത്. ആ NCPയിലേക്ക് അദ്ദേഹം പിന്നീട് ആന്റണിക്കൊപ്പം കോൺഗ്രസിലേക്ക് തിരിച്ചുപോയി. പിന്നീട് കോൺഗ്രസ് വിട്ടപ്പോൾ വീണ്ടും പഴയ പാളയത്തിലേക്ക് വന്ന് NCPയിൽ വന്ന് ശരത് പവാറിനെ സ്വാധീനിച്ച് സംസ്ഥാനത്ത് NCPയുടെ അധ്യക്ഷനായി മാറിയ ആളാണ് PC ചാക്കോ. ആ PC ചാക്കോ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് വീണ്ടും NCPയിൽ നിന്ന് പുറത്തു പോകുന്നു. അത് അധ്യക്ഷ സ്ഥാനത്ത് മാത്രമേ അദ്ദേഹം രാജിവെച്ചിട്ടുള്ളൂ. ഇനി എങ്ങോട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര എന്ന് അറിയേണ്ടതുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും NCPയെ തന്റെ കൂടെ നിർത്തി NCPയുമായി UDFിലേക്ക് പോകാൻ സാധിക്കുമോ, AK ശശീന്ദ്രൻ വിഭാഗത്തിൽ നിന്ന് NCP പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ PC ചാക്കോ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പാർട്ടിയിൽ കൊണ്ടുവന്ന ആളുകൾ പോലും അദ്ദേഹത്തോടൊപ്പം ഇല്ല എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം AK ശശീന്ദ്രൻ വിഭാഗം ഇല്ലാതൊരു യോഗം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചേർന്നിരുന്നു. ആ യോഗത്തിൽ നേരത്തെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന തോമസ് കെ തോമസ് പോലും പങ്കെടുക്കാതായപ്പോൾ ഒറ്റപ്പെട്ടു എന്നുള്ള അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തു പോകുന്നത്. അതായത് രഞ്ജിത്ത്, ഇതിൽ നിന്ന് ഇക്വേഷൻ കുറച്ചുകൂടി ക്ലിയർ ആവുകയാണ്. രഞ്ജിത്ത് ഈ NCP പൊളിറ്റിക്സും ഒപ്പം NCPയുടെ ഉള്ളിലെ നീക്കങ്ങളും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. അതായത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനായി പുറപ്പെട്ടിറങ്ങി PC ചാക്കോ. ഒടുവിൽ തോമസ് കെ തോമസും PC ചാക്കോയെ കൈവിട്ടു. അധ്യക്ഷ സ്ഥാനത്തിരുന്ന് പറയുന്ന കാര്യങ്ങൾക്ക് മുന്നണിക്കുള്ളിലും വില കിട്ടുന്നില്ല. അങ്ങനെ നാണം കെട്ടുള്ള ഒരു പടിയിറക്കത്തിലേക്ക് PC ചാക്കോ നിർബന്ധിതമായി എത്തിച്ചേർന്നു ഈ 4 മാസത്തെ തർക്കങ്ങൾക്കൊടുവിൽ. ഇങ്ങനെ അതിനെ സംഗ്രഹിക്കാമോ രഞ്ജിത്ത്? തീർച്ചയായിട്ടും NCP പിടിച്ചടക്കാനുള്ള PC ചാക്കോയുടെ ശ്രമങ്ങൾ വിഫലമായപ്പോൾ അദ്ദേഹം NCPയിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളതാണ്. NCPയിലേക്ക് അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം പല ആളുകൾ, ലതിക സുഭാഷിനെ പോലെ, PM സുരേഷ് ബാബുവിനെ പോലുള്ള ആളുകളൊക്കെ കോൺഗ്രസിൽ അതൃപ്തരായിരുന്ന ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് NCP കുറച്ചുകൂടി ബലപ്പെടുത്താനാവുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ NCP അദ്ദേഹം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. LDFിനകത്ത് കിട്ടിയ സ്ഥാനമാനങ്ങളൊക്കെ NCPയിലേക്ക് തന്റെ കൂടെ വന്ന ആളുകൾക്ക് വിഭജിച്ചു കൊടുക്കുകയും NCPയിലെ തീരുമാനങ്ങളൊക്കെ സ്വന്തം നിലയ്ക്കെടുക്കാൻ തുടങ്ങിയോടുകൂടിയാണ് AK ശശീന്ദ്രൻ വിഭാഗം ഈ PC ചാക്കോയുമായിട്ട് അകലാൻ തുടങ്ങുന്നത്. അതിനുശേഷം AK ശശീന്ദ്രനെ തന്നെ അസ്തപ്രജ്ഞനാക്കാൻ വേണ്ടി മന്ത്രിസ്ഥാനത്ത് ഇറക്കിവിട്ട് തോമസ് കെ തോമസിനെ തന്റെ കൂടെ നിർത്താൻ, തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള താല്പര്യമൊക്കെ മനസ്സിലാക്കി തോമസ് കെ തോമസിനെ കൂടെ നിർത്താനുള്ള ശ്രമം PC ചാക്കോ നടത്തി. ആ ശ്രമത്തിൽ തോമസ് കെ തോമസും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരൊക്കെ PC ചാക്കോക്കൊപ്പം നിന്നു. പക്ഷേ PC ചാക്കോ വിചാരിച്ച പോലെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനും സാധിച്ചില്ല. തോമസ് കെ തോമസ് PC ചാക്കോ പക്ഷത്തിന് വിട്ട് വീണ്ടും AK ശശീന്ദ്രനോടൊപ്പം ഞാൻ നേരത്തെ രഹീസിനോടും ചോദിച്ച കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് AK ശശീന്ദ്രൻ വിഭാഗം തന്നെ ശരത് പവാറിനോട് ആവശ്യപ്പെടും സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസിനെ നിയോഗിക്കണം, തോമസ് കെ തോമസിന്റെ സാരഥ്യത്തിൽ NCPക്ക് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന ഒരു ഫോർമുല AK ശശീന്ദ്രൻ വിഭാഗം മുന്നോട്ട് വെക്കുമ്പോഴേക്കും PC ചാക്കോ NCPയിൽ എല്ലാം ഓക്കെ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണോ? പക്ഷേ അദ്ദേഹത്തോടൊപ്പം വന്ന ഇപ്പോൾ ലതിക സുഭാഷിനെ പോലെ, PM സുരേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് മാറ്റി നിർത്തിയാൽ പൂർണ്ണമായും NCPയുടെ നിലവിലുള്ള ഘടകം AK ശശീന്ദ്രനോടൊപ്പം നിൽക്കും. തോമസ് കെ തോമസ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനും തുല്യമായ പദവിയിലാണ്. അദ്ദേഹം പാർലമെന്ററി പാർട്ടി നേതാവാണ്. ആ പാർലമെന്ററി പാർട്ടി നേതാവും അധ്യക്ഷ സ്ഥാനവും തോമസ് കെ തോമസിന് കിട്ടുന്നതോടുകൂടി തോമസ് കെ തോമസിന്റെ അതൃപ്തിയും അപ്രീതിയും ഒക്കെ ഇല്ലാതാവുകയും അദ്ദേഹം പാർട്ടിയിൽ കരുത്തനാവുകയും ചെയ്യും. AK ശശീന്ദ്രൻ മന്ത്രിയായിട്ട് തുടരും. ഇനിയിപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കും? കോഴിക്കോട്ടെ സീറ്റ്, എലത്തൂർ സീറ്റ് NCPക്ക് തന്നെ കിട്ടുമോ? കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കുമോ? ഈ കുട്ടനാട് സീറ്റും എലത്തൂർ സീറ്റുമാണ് CPMന്റെ കരുത്ത്. പക്ഷെ അത് CPMന്റെ ബലത്തിലല്ല അവിടെ NCP ജയിച്ചു വരുന്നത്. ക്ഷമിക്കണം, NCPയുടെ ബലത്തിലല്ല അവിടെ NCP ജയിച്ചു വരുന്നത്. CPMന്റെ കരുത്തിലാണ്. ഇപ്പൊ കോഴിക്കോട് എലത്തൂർ സീറ്റാണെങ്കിൽ CPMന് ആരെ നിർത്തിയാലും ജയിക്കാൻ പറ്റുന്ന സീറ്റാണ്. അവിടെ AK ശശീന്ദ്രന് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും പിണറായി വിജയനും AK ശശീന്ദ്രൻ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ കൊടുക്കുന്നതാണ്. പണ്ട് കോൺഗ്രസ് എസ് ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ ഈ രഞ്ജിത്ത് പറഞ്ഞു വന്ന ഈ കാര്യം അത് PC ചാക്കോയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം AK ശശീന്ദ്രനെ മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴൊരു ചേഞ്ച് വേണോ എന്ന് ചോദിക്കുന്നത് മാറ്റത്തിന് താല്പര്യമില്ല എന്നതാണ് എന്ന് മനസ്സിലാക്കാൻ PC ചാക്കോയ്ക്ക് കഴിഞ്ഞില്ല എന്ന് വേണ്ടേ കരുതാൻ?
തീർച്ചയായിട്ടും അത് പാർട്ടിക്കുള്ളിൽ ഇക്വേഷൻ മാത്രമല്ല, പിണറായി വിജയനും എ കെ ശശീന്ദ്രനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, പിണറായി വിജയൻ തന്റെ മന്ത്രിസഭയെ കുറിച്ച് കുറച്ചുകൂടി കരുതലുള്ള ആളാണ്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുമ്പോൾ അവിടെ ഉയർന്നു വരാൻ സാധ്യതയുള്ള എതിർപ്പുകളെ കുറിച്ചും വിമർശനങ്ങളെ കുറിച്ചും ആരോപണങ്ങളെ കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ള ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ തൽക്കാലം തന്റെ ഇംഗിതങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുന്ന NCPക്ക് അകത്ത് തന്നെ എ കെ ശശീന്ദ്രനോട് കുറച്ചൊരു അതൃപ്തി ഉണ്ടായിരുന്നത് വനം വകുപ്പ് എ കെ ശശീന്ദ്രൻ കയ്യിൽ വെക്കുമ്പോഴും അതിന്റെ നിയന്ത്രണം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എന്നൊരു അതൃപ്തിയും വിമർശനവും NCPക്കുള്ളിലുണ്ടായിരുന്നു. എ കെ